ഗുരുനാഥൻ, പിന്നെ PT വെങ്കടാചലമയ്യർ, അദ്ദേഹത്തിന് KP സുന്ദരമ്മാള്, പിന്നെ വലിയ ശ്രീകാരി ഗോവിന്ദരായ സാറ്, പിന്നെ ഒരുപാട് വലിയ പഴയ വലിയ പാട്ട് കിട്ടഭാഗവതര്, ഇവരൊക്കെ കൂടെയൊക്കെ അദ്ദേഹം മോർശങ്ക് വായിച്ചിട്ടുണ്ട്. ഇതിന് ഒരു കാല് സ്വാധീനമില്ല. എന്നാൽ മോർശങ്കിൽ 5-6 മണിക്കൂർ വരെ മോർശങ്ക് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സ്മരണയോടുകൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമത്തിന് പങ്കെടുക്കുന്നത്. കർണാടക സംഗീതത്തിന്റെ സാധ്യതകൾ തേടിയെത്തിയതാണ് ഈ വിദേശികൾ. മുഖർശങ്കിന്റെ നാദം ഈ ജപ്പാൻകാർക്ക് ഹരമാകുന്നു. അതിരുകൾ കടന്ന് ശുദ്ധസംഗീതം തേടിയെത്തിയിരിക്കുകയാണ് ഈ വിദേശികൾ. കർണാടക സംഗീതത്തെ സ്നേഹിച്ച് മുഖർശങ്കിന്റെ നാദം തേടി ജപ്പാനിലെ സംഗീത വിദ്യാർത്ഥികൾ നെയ്യാറിന്റെ തീരത്തെത്തിയിരിക്കുന്നു. ടോക്കിയോയിൽ നിന്നുള്ള ദമ്പതികളായ ടോമോക്കി ചീമ, ഭാര്യ ടോമോമി, സുഹൃത്തുക്കളായ ഷൂജി ഒക്കയാമ, ടോമോക്കി ജിൻസോ എന്നിവരാണ് മുഖർശങ്ക് പഠിക്കാൻ നെയ്യാറ്റിൻകരയിൽ എത്തിയിരിക്കുന്നത്.仕事をしていました。主にインドネシアのバリ島から、大阪に、輸入するツナフィッシュを輸入する仕事をしていました。そこで働きまして、少々の貯金を貯めまして、ちょっとサウンドは硬いですね。でもすごくスタイルが違っててすごく面白いです。それケラーでミスター・クリシュナンという先生に会いまして、そこで今一生懸命習ってます。僕は東京にいる時にこういう楽器を使って音楽をやってたんですけれども、今ここのインドのクラシカルミュージックを学んで、それを日本に持ち帰ってそれを日本の音楽とミキシング。ജപ്പാനിലെ ചില ഗാനങ്ങൾ മോഹനരാഗവുമായി വളരെ സാദൃശ്യമുള്ളതാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. മുഖർശങ്ക് വിദ്വാൻ നെയ്യാറ്റിൻകര കൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഇവർ അഭ്യാസം നടത്തുന്നത്. ഇന്ത്യക്കാർ മുഖർശങ്കിനെ മറക്കുന്നുണ്ടെങ്കിലും വിദേശികൾ ഇതിന്റെ സംഗീതം ഇഷ്ടപ്പെടുന്നതിന്റെ തെളിവാണിതെന്ന് നെയ്യാറ്റിൻകര കൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു. മുഖർശങ്കിനോട് ഇവർക്കുള്ള താൽപര്യം കണക്കിലെടുത്ത് ഇവർക്കായി ഒരു കച്ചേരി സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിലെ പല സംഗീതജ്ഞരെയും ഇവർ സന്ദർശിക്കുന്നുണ്ടെന്നും കൃഷ്ണൻ പറഞ്ഞു. മുഖർശങ്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിച്ചിട്ട് പോയ ടൊമോക്കി അവർ രണ്ടുപേരും മുഖർശങ്ക് പഠിച്ചു. എന്നാൽ 1 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല മുഖർശങ്ക്. പക്ഷെ ഞാൻ 1 വർഷം വളരെയധികം പഠിച്ച് വച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ 1 ആഴ്ച കൊണ്ട് അവർക്ക് മാക്സിമം, രാത്രി ഞാൻ ദേവസ്വം ബോർഡിലാണ് എനിക്ക് ജോലി, ദേവസ്വം ബോർഡിൽ ഓഫീസ് സമയം കഴിഞ്ഞ് വന്ന് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും ഞാൻ 10-11 മണി വരെ ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. തിരിച്ച് ഞാൻ ഓഫീസിൽ പോകുന്നു. ഒഴിവ് സമയങ്ങളിലെല്ലാം ഞാൻ ഫുൾ ടൈം ക്ലാസ് എടുക്കുന്നുണ്ട്.